ഹായ് ആൾ. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്, ഇത് ബൈ ട്രാൻസ്ഫറിലൂടെ KSEBിയിൽ ജോലി ചെയ്യുന്നവർക്ക് മാത്രം കിട്ടുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെ KSEBിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയാണ് അപ്പർ ഏജ് ലിമിറ്റ്, ഉയർന്ന പ്രായപരിധി ഈ ഒരു നോട്ടിഫിക്കേഷന് ബാധകമല്ല എന്നതും ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷന്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസമാണ് നോട്ടിഫിക്കേഷൻ വന്നത്. കാറ്റഗറി നമ്പർ 378/2025 എന്ന നമ്പറിലാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിലേക്കാണ്. അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നാണ് തസ്തികയുടെ പേര്. 59,100 രൂപയിൽ തുടങ്ങി 1,17,400 രൂപ സാലറി കിട്ടുന്ന ഒരു പോസ്റ്റാണ്. ഈ ഒരു പോസ്റ്റിൽ നിലവിൽ 21 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഓർക്കണം, നിലവിൽ 21 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഇതിനു മുമ്പേ ഇതേ പോസ്റ്റ് വിളിച്ചപ്പോൾ 16 വേക്കൻസികളായിരുന്നു നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നത്. എന്നാൽ 80 പേരുടെ മെയിൻ ലിസ്റ്റ് വരികയും 80 പേരെ അതിൽ നിന്ന് അപ്പോയിന്റ് ചെയ്യുകയും ചെയ്തു എന്നത് ഈ ഒരു പോസ്റ്റിന്റെ പ്രത്യേകതയാണ്. ഇത് മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ നോട്ടിഫിക്കേഷനെ സമീപിക്കാൻ. ഇനിയും ഇതിന്റെ മോഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ആണ് റിക്രൂട്ട്മെന്റ് ബൈ ട്രാൻസ്ഫർ എന്നതാണ് ഇവിടെ പറയുന്നത്. അതായത് ഇതിൽ 10% വേക്കൻസി KSEBിക്ക് ട്രാൻസ്ഫർ ആയിട്ട് വരാൻ വേണ്ടിയുള്ള ഡെഡിക്കേറ്റഡ് പോസ്റ്റ് ആണ്. ഇത് കൂടാതെ KSEBിയിൽ ജോലി ചെയ്യുന്ന നിർദ്ദിഷ്ട യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞവർക്കും പ്രൊബേഷൻ പീരീഡ് ഉള്ളവർക്ക് വിത്ത് പെർമിഷനോടും കൂടിയും എക്സാമിനേഷൻ എഴുതാവുന്നതാണ് എന്നുള്ളതാണ് ഈ നോട്ടിഫിക്കേഷന്റെ പ്രത്യേകത. ഇനിയും ഇതിന്റെ പ്രായപരിധി എന്ന് പറയുന്നത് ഇതിന് റിട്ടയർമെന്റ് ഏജ് ആണ് ഇവിടുത്തെ പ്രായപരിധി. അതായത് നിങ്ങൾക്ക് അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ ഈ ഒരു പോസ്റ്റ് അപേക്ഷിക്കുന്നതിനില്ല. മറ്റ് എക്സാമുകൾക്കൊക്കെ അതുണ്ട് എന്നത് ഓർക്കണം. ഇത് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫിൽ ആയതുകൊണ്ട് തന്നെ, അതായത് KSEBിയിലെ ഉദ്യോഗസ്ഥർക്കായതുകൊണ്ട് ഈ ഒരു പ്രായപരിധി ഇവിടെ ബാധകമല്ല എന്ന് നമ്മൾ ഓർത്തിരിക്കണം. ഇനി ഇതിന് അപേക്ഷിക്കുവാനുള്ള യോഗ്യത എന്താണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് BTech ആണ്. സാധാരണ രീതിയിൽ BTech ആണ്. ഈ BTech അല്ലാതെ മറ്റു ചില യോഗ്യതകളും ഉണ്ട്. അതായത് BE എന്ന് പറയുന്ന കോഴ്സിന് യോഗ്യതയുണ്ട്. UGC റെക്കഗ്നൈസ്ഡ് ആയിരിക്കണം. അതുപോലെ തന്നെ AICTയുടെ റെക്കഗ്നൈസേഷനും ഉണ്ടായിരിക്കണം. ഈ കോഴ്സിലുള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇക്വലൻസി കൂടി നോക്കാം. അതിൽ പ്രധാനമായിട്ട് നോക്കുമ്പോൾ BTech ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന് തതുല്യമായിട്ട് KSEB കൺസിഡർ ചെയ്യുന്നത് BE ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. അത് കൂടാതെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന എഞ്ചിനീയറിംഗും ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇവിടെ BTech ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന് തതുല്യമായിട്ട് വരുന്നത് BE ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, AMIE സെക്ഷൻ A ആൻഡ് B ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. അത് രണ്ടും ഇവിടെ ഇക്വലൻസി ആയിട്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് തതുല്യമായിട്ട് കാണുന്നു. അടുത്തതായിട്ട് BTech ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് ആണ്. ആ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന്റെ ക്രൈറ്റീരിയയിലേക്ക് വരുമ്പോൾ ഇവിടെ ഇക്വലൻസി നൽകിയിരിക്കുന്നത് BE, സ്വാഭാവികമായിട്ടും BE ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്. രണ്ടാമതായിട്ട് BE ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്. മൂന്നാമതായിട്ട് AMIE സെക്ഷൻ A ആൻഡ് B ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിനും ഇതേ കാറ്റഗറിയിൽ തന്നെ ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഈ നിർദ്ദിഷ്ട യോഗ്യതകൾ ഉള്ള ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ KSEBിയിലുമാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു അവസരമാണ്. ഈ വളരെ ഉയർന്ന തസ്തികയിൽ തന്നെ നിങ്ങൾക്ക് ആവാൻ കഴിയുമെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി നമുക്ക് ഈ ഒരു പോസ്റ്റിന്റെ അവസാനത്തെ ഡീറ്റെയിൽസ് നോക്കാം. അതായത് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇതിന് മുമ്പ് വന്നപ്പോൾ അതിൽ നിന്ന് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് അന്നത്തെ ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടായതെന്നും അതേ മാനദണ്ഡം തന്നെ ഇപ്പോഴും ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ആ ഒരു ഡേറ്റ നോക്കുമ്പോൾ കാറ്റഗറി നമ്പർ 34/2023 എന്ന നമ്പറിലായിരുന്നു അന്ന് നോട്ടിഫിക്കേഷൻ വന്നത്. അന്ന് DOE വന്നത് 21/11/2024 കട്ട് ഓഫ് മാർക്കായിട്ട് അന്ന് വന്നത് കേവലം 40.33 മാർക്കായിരുന്നു. അന്ന് ഏൺ ചെയ്ത മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 68 മാർക്കായിരുന്നു ടെസ്റ്റില്. ഇനിയും അന്ന് വന്ന അന്നത്തെ വേക്കൻസി എന്ന് പറഞ്ഞാൽ കേവലം 16 വേക്കൻസിക്ക് വേണ്ടിയായിരുന്നു അന്ന് നോട്ടിഫിക്കേഷൻ വന്നത്. എന്നാൽ നോട്ടിഫിക്കേഷൻ വന്ന് എക്സാമിനേഷൻ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോഴേക്കും അന്നത്തെ മെയിൻ ലിസ്റ്റിന്റെ എണ്ണം ഏതാണ്ട് 80 ഉയർത്തി എന്നുള്ളതാണ്. ഈ 80 ഉയർത്തിയ മെയിൻ ലിസ്റ്റിൽ നിന്ന് മുഴുവൻ ആൾക്കാരെയും എടുത്തുകൊണ്ട് റാങ്ക് ലിസ്റ്റ് ക്ലോസ് ചെയ്തു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതായത് 80 പേരെയും എടുത്തുകൊണ്ട് റാങ്ക് ലിസ്റ്റ് ക്ലോസ് ചെയ്തു എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ കാണേണ്ടത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം വേക്കൻസി ഉണ്ട് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് തന്നെയാണെങ്കിലും എന്ത് ചെയ്യുക, ഈ ഒരു പോസ്റ്റ് വേണ്ടി അപ്ലൈ ചെയ്യണം നിങ്ങൾ KSEBിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ. ഇനി പറയുവാനുള്ളത് ഈ ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് നമുക്കറിയാം ജോലി കിട്ടാൻ വളരെയധികം സാധ്യതയുള്ളൊരു പോസ്റ്റാണിത്. ഈ ഒരു പോസ്റ്റിലേക്കുള്ള കോഴ്സുകൾ ഏണസ്റ്റ് അക്കാഡമിയിൽ തുടങ്ങിക്കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കോഴ്സിന് ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങാവുന്നതാണ്. നമുക്കറിയാം ഇപ്പോൾ നേരത്തെ വന്ന നോട്ടിഫിക്കേഷനേക്കാൾ കൂടുതൽ വേക്കൻസിയിലാണ് നോട്ടിഫിക്കേഷൻ വന്നത്. അതുകൊണ്ട് തന്നെ മെയിനിന്റെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എണ്ണം ഇതുപോലെ തന്നെ ഇൻക്രീസ് ചെയ്തേക്കാം. അങ്ങനെ ഒരു ഇൻക്രീസ് വരുമ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് ജോലി കിട്ടുക, അതായത് ഈ ഒരു കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്ന ഒരു മാർക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ജോലി കിട്ടുന്ന ഒരു
സെയിം സ്കോറിലേക്ക് എത്തിക്കുവാൻ ഏണസ്റ്റ് അക്കാഡമിയുടെ കോഴ്സിന് കഴിയും. ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴ്സ് ഓൺലൈൻ ആണ്. നിങ്ങൾക്ക് ജോലി ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ സൗകര്യത്തിലുള്ള സമയത്തിരുന്ന് പഠിക്കാൻ പറ്റും. നമ്മുടെ കോഴ്സുകൾക്ക് ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ 2 ക്ലാസ്സുകളും ആക്സസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് ഒരു മെന്റർ ഉണ്ടായിരിക്കും. നിങ്ങളുടെ പഠനത്തെ, ജോലിയുള്ള നിങ്ങളുടെ ഓരോ ദിവസത്തെ പഠനത്തെയും കൃത്യമായി ട്രാക്ക് ചെയ്യുന്നതിനും പഠനം കൃത്യമായി ഗൈഡ് ചെയ്യുന്നതിനും മെന്റർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. മാത്രമല്ല നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നതിനായിട്ട് നമ്മൾ ലൈവ് ഡൗട്ട്സ് ക്ലിയർ സെഷൻസ് വരുന്നുണ്ട്. കൂടാതെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതുവഴി നിങ്ങൾക്ക് എപ്പോഴും സംശയങ്ങൾ ദൂരീകരിക്കാൻ പറ്റുന്നതാണ്. ഇതൊന്നുമല്ലാതെ നമ്മൾ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്ന ടെസ്റ്റ് സീരീസുകൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ചാപ്റ്റർ വൈസും മൊഡ്യൂൾ വൈസും ഒപ്പം തന്നെ വീക്ക്ലി ബേസിലും ടെസ്റ്റ് സീരീസുകൾ കണ്ടക്ട് ചെയ്യുന്നു. ഇത് കൂടാതെ തന്നെ ധാരാളം ടെസ്റ്റുകൾ നിങ്ങൾക്ക് തരുന്നതാണ്. ഈ ടെസ്റ്റുകൾ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് എക്സാമിനേഷനെ ക്രാക്ക് ചെയ്യാനുള്ള ഒരു കൃത്യമായ ഒരു ധാരണ കിട്ടുന്നതാണ്. എത്രയും പെട്ടെന്ന് ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുക. AE എന്ന സ്വപ്ന തുല്യമായ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് പ്രൊമോഷനോടുകൂടി എത്താൻ പറ്റും. അപ്പോൾ ഈ ഒരു അവസരം പാഴാക്കാതിരിക്കുക. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇലക്ട്രിക്കൽ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലേക്കുള്ള അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിനേഷന്റെ ഡേറ്റിംഗ് എത്തിക്കഴിഞ്ഞു. ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണുള്ളത്. ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായി പഠിക്കുന്നതിനുള്ള ഒരു സ്റ്റഡി ഫോക്കസ് ബാച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യുകയാണ്. ഇനിയുള്ള ചുരുങ്ങിയ ദിവസങ്ങൾ അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളും MCQസും ചെയ്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കൃത്യമായ ട്രാക്കിലെത്തി നല്ല മാർക്കോട് തന്നെ ഈ പോസ്റ്റിൽ ജോയിൻ ചെയ്യാൻ കഴിയും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ പഠനം തുടങ്ങുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.